മധുവന്തിയോ യമൻ കല്യാണിയോ, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു. ഇതൊന്നുമല്ല. പലതരം ശബ്ദങ്ങൾക്കിടയിൽ അവ്യക്തമായ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ദീനരോധനം പോലെ. അയാൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ശബ്ദം കുറച്ചുകൂടി വ്യക്തമായി കേൾക്കുന്നുണ്ട്. അകലയോ നീ അകലയോ, വിടതരാതെന്തേ പോയി നീ. ഒരു വാക്കിലും അകലെ നീ, എങ്കിലും അരികിൽ ഞാനെന്നും. മറുവാക്കിനു കൊതിയുമായി നിൽക്കയാണു പിരിയാതെ. അഴകേ വാ അരികെ വാ, മലരേ വാ തിരികെ വാ. അകലയോ നീ അകലയോ, വിടതരാതെന്തേ പോയി നീ. എന്താ പരിപാടി? നാട്ടിലോട്ട് പോവാൻ തന്നെ തീരുമാനിച്ചോ? ഞാൻ ഒരുപാട് നാളായി ആഗ്രഹിച്ച ദിവസമാണ് നാളെ. എൻ്റെ സ്വന്തം നാട്ടിൽ ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ തന്ന നാടാണ്. കടം വാങ്ങി ബിസിനസ് ചെയ്ത് ഒടുവിൽ കടം കയറി രാത്രി അമ്മയെയും എന്നെയും കൂട്ടി അച്ഛനെന്ന നാട് വിടുമ്പോൾ എൻ്റെ സ്വപ്നങ്ങളാണ് പൊലിഞ്ഞത്. നിന്റെ വേണുവേട്ടനല്ലേ? നിനക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാമായിരുന്നില്ലേ? അത് നിന്റെ കുറ്റം തന്നെ. അതെ, എൻ്റെ കുറ്റം തന്നെയാണ്. ഞാൻ വേണുവേട്ടനെ അവസാനമായിട്ട് കാണുന്നത് അമ്പലത്തിൻ്റെ അവിടെ വെച്ചാ. അപ്പോൾ എൻ്റെ തലയിൽ ചൂടിയിരുന്ന ഒരു മുല്ലപ്പൂ എടുത്ത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലിട്ട് നടന്നു പോയതാ. പിന്നെ കണ്ടിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല. അന്നാണ് ഞാൻ അദ്ദേഹത്തെ അവസാനമായിട്ട് കാണുന്നത്. അദ്ദേഹത്തിന് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് എല്ലാം അറിയാം. അമ്മയ്ക്ക് എന്നെ വളരെ ഇഷ്ടമാണ്. അതിനെന്താ, നിനക്കവിടെ ചെല്ലുമ്പോൾ കാണാമല്ലോ. അവിടെ ചെല്ലുമ്പോൾ എന്താവോ, ഭാര്യയും മക്കളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കായിരിക്കും. എന്നെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു പരിചയവും കാണിക്കില്ല. ഒരു വാക്ക് പോലും പറയാതെയല്ലേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. ഏയ്, അങ്ങനെ ആവില്ല. വേണുവേട്ടൻ നല്ല പോലെ കവിത എഴുതും. അവസാനം കാണുമ്പോൾ തന്നൊരു കവിത ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിലെ ചില വരികൾ. എവിടെയാ കവിത? വന്നിടും ഞാൻ മരിച്ചിടുമ്പോൾ അവസാനമായി എന്നെ ഒന്നു കാണാൻ. ആരൊക്കെ വന്നിടും ഞാൻ മരിച്ചിടുമ്പോൾ അവസാനമായി എന്നെ ഒന്നു കാണാൻ. ആരൊക്കെ വന്നെൻ്റെ മൃദുലമാം നെറ്റി
നെറ്റിയിൽ അവസാന ചുംബനം തന്നു പോകും. ആരൊക്കെ വന്നെൻ്റെ മൃദുലമാം നെറ്റിയിൽ അവസാന ചുംബനം തന്നു പോകും. ഓർമ്മയിൽ നോവായി ഞാൻ മറഞ്ഞിടുമ്പോൾ ആരൊക്കെ എന്നെ ഓർത്തുവെക്കും. ഓർമ്മയിൽ നോവായി ഞാൻ മറഞ്ഞിടുമ്പോൾ ആരൊക്കെ എന്നെ ഓർത്തുവെക്കും. തണുത്തുറങ്ങിയിടുമെൻ മോഹങ്ങളൊക്കെയും ആറടി മണ്ണോടു ചേർത്തിടും ഞാൻ. തണുത്തുറങ്ങിയിടുമെൻ മോഹങ്ങളൊക്കെയും ആറടി മണ്ണോടു ചേർത്തിടും ഞാൻ. ഓർമ്മകൾ നിറയുന്നു, ചുണ്ടുകൾ വിതുമ്പുന്നു, കാഴ്ചകൾ മങ്ങുന്നു കണ്ണീരിനാൽ. ഓർമ്മകൾ നിറയുന്നു, ചുണ്ടുകൾ വിതുമ്പുന്നു, കാഴ്ചകൾ മങ്ങുന്നു കണ്ണീരിനാൽ. പ്രിയ സഖി നീ എൻ്റെ അരികിലുണ്ടാവണം, അവസാന മണ്ണും വീഴും വരെ. പ്രിയ സഖി നീ എൻ്റെ അരികിലുണ്ടാവണം, അവസാന മണ്ണും വീഴും വരെ. ഞാൻ ആരെ കാണാനാണോ ആഗ്രഹിച്ചത് അവരുടെ മുന്നിൽ തന്നെ എത്തി. നീ എന്താ ഇവിടെ? അച്ഛന് കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തീർക്കണം. ഈ നാട്ടിൽ നിന്ന് അച്ഛൻ കള്ളനെ പോലെയാ പോയത്, അതൊന്ന് മാറ്റിയെടുക്കണം. കൂട്ടത്തിൽ ഞാൻ ഒരുപാട് ശ്രമിച്ചു നിന്നെ കണ്ടുപിടിക്കാൻ, പക്ഷേ ഒന്നും പറയാതെയല്ലേ നീ പോയത്. അതിൻ്റെ കുറ്റബോധം എനിക്കുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത് തീർത്തിട്ട് ഞാനിന്ന് തന്നെ പോവും. വാ, അങ്ങോട്ട് കിടക്കാം. അന്തിക്ക് തിരികൾ തെളിച്ചും സീമന്തത്തിൽ എന്നെ വരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റിൽ കുളിരില്ലെന്നറിയാം. മിഴിയിലയിൽ നോവിൻ മഞ്ഞ് പൊഴിക്കില്ലെന്നറിയാം. മിഴിയിലയിൽ നോവിൻ മഞ്ഞ് പൊഴിക്കില്ലെന്നറിയാം. തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം. നീ എൻ്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം. ശരിക്കും വേണുവേട്ടൻ ഇപ്പോഴും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിനക്കെന്ത് തോന്നുന്നു? ഞാൻ പറയാതെ പോയതിൽ വിഷമിച്ചോ? ഒരുപാട് വിഷമായി, പിന്നെ ഒരുപാട് തിരഞ്ഞു. അവസാനം ജീവിതം തന്നെ കൈവിട്ട് പോകുമെന്ന് തോന്നിയപ്പോൾ ഒരുപടി കയറിൽ അങ്ങ് അവസാനിപ്പിച്ചു എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചു. എന്താ പറയാനാ? വേണുവേട്ടാ, ആ സഹദേവൻ ചേട്ടൻ്റെ വീട്ടിലൊന്ന് പോണം. അച്ഛൻ കടം വാങ്ങിച്ച പൈസ കൊടുക്കാനുണ്ട്.
വേണുവേട്ടൻ കൂടി വാ. നീ തന്നെ പോകുന്നതല്ലേ നല്ലത്. നിന്റെ അച്ഛൻ്റെ കടം തീർക്കുന്നത് നീയാണ്. നീ മാത്രം പോയി ചെയ്യണതാണ് നല്ലത്. വേണുവേട്ടൻ പുറത്തു നിന്നാ മതി, അകത്തേക്ക് കയറി വരണ്ട. ഓ ശരി. തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം. നീ എൻ്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം. തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം. നീ എൻ്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം. ആരാ? എന്ത് വേണം? ഞാൻ താഴെപ്പറമ്പിൽ അർജുനന്റെ മകളാ. എന്താ? അച്ഛൻ ചേട്ടനോട് കുറച്ച് കാശ് കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് തിരികെ തരാൻ. എന്റെ കുറച്ച് പൈസയും കടം മേടിച്ചോണ്ടാ പോയത്. തരാനുള്ള പൈസ മുഴുവൻ ഇതിലുണ്ട്. അച്ഛനിപ്പോൾ ജീവിച്ചിരിപ്പില്ല. അച്ഛനോട് ക്ഷമിക്കണം. അച്ഛനെ ശപിക്കരുത്. വേണുവേട്ടാ, എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം. അല്പസമയം കൂടിയേ ഉള്ളൂ. നമ്മൾ പണ്ട് പോകാറുള്ള സ്ഥലത്തേക്കൊന്ന് പോയാലോ? ശരി, പോവാം. വിടതരാതെന്തേ പോയി നീ, ഒരു വാക്കിലും അകലെ നീ, എങ്കിലും അരികിൽ ഞാനെന്നും മറുവാക്കിനു കൊതിയുമായി നിൽക്കയാണു പിരിയാതെ. അഴകേ വാ, അരികേ വാ, മലരേ വാ, തിരികെ വാ. വേണുവേട്ടാ, ഇവിടെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്ഥലമാണ്. ഇവിടെ വെച്ചാണ് വേണുവേട്ടൻ ആദ്യമായി എന്നെ ചുംബിച്ചത്. നീ അത് മറന്നിട്ടില്ലല്ലേ? ഇന്നലെ പെയ്ത പൂമഴ നിന്റെ മുത്തിനാൽ മുറ്റം മൂടുമ്പോ, പിന്നെയും കാറ്റിൻ കൈവിരൽ അല്ലിമുള്ളയെ തൊട്ടുപാടുമ്പോ, നിറസന്ധ്യയിൽ വിണ്ണിൽ ശാരദേന്ദുവായി പൂത്തു നീ, ശാരദേ. രാവേറെ പുലരുമ്പോൾ മാനത്തെ
തിരികത്തി പൂവെട്ടം വീശുമ്പോൾ പൊന്നുരുളിക്കുള്ളിലെ മഞ്ചാടിക്കുരുവെണ്ണി കണ്ണാരം പൊത്തുമ്പോൾ തറുചന്ദനമുണ്ടോ കുളിരഞ്ജനമുണ്ടോ നെറുകിൽ തൊടുവാൻ ചേർക്കാൻ മോഹങ്ങൾ മെഴുകിയ തീരത്തെ കുളിരിനു കൂട്ടാൻ കാറ്റേവാ ഇന്നലെ പെയ്ത പൂമഴെ നിന്റെ മുത്തിനാൽ മുറ്റം മൂടുമ്പോ പിന്നെയും കാറ്റിൻ കൈവിരൽ അല്ലിമുല്ലയെ തൊട്ടു പാടുമ്പോ കണ്ണാടിപ്പുഴയോരം കൈതപ്പൂവിതളോരം ഗന്ധർവൻ പാടുമ്പോൾ ഇല്ലിമുളം കാടിന്റെ ഈറൻ മുടി ചിക്കാനായി തൂമഞ്ഞും പെയ്യുമ്പോൾ ഇടനെഞ്ചിലെ മൗനം കുറുകുന്നതു കേൾക്കാം ഹൃദയം വെറുതെ ശ്രുതി നീട്ടാളങ്ങൾ തഴുകിയ തീരത്തെ കുളിരിനു കൂട്ടാൻ കാറ്റേവാ ഇന്നലെ നിറസന്ധ്യയിൽ വിണ്ണിൽ ശാരദേന്ദുവായി പൂത്തു നീ ശാരദേ ഇതാര്? എത്ര നാളായി കണ്ടിട്ട്? എന്താ ഇവിടെ? അച്ഛന്റെ കുറച്ച് ബാധ്യതകൾ ഉണ്ടായിരുന്നു, അത് തീർത്തു. വേണുവേട്ടനുണ്ടായിരുന്നു കൂടെ, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. വേണോ? നീ എന്താ പറയണേ? അതെ, വീട്ടിലേക്ക് പോയതാന്ന് തോന്നുന്നു. വേണുവിന്റെ വീട്ടിലേക്കാ? ആ അതെ. നീ കേറ്, ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ട, നിന്നെ വേണ്ട വീട്ടിൽ കൊണ്ടാക്കാം. വേണു ഇപ്പോ ജീവിച്ചിരിക്കുന്നു. അരികിൽ നിന്നകലാതെയിരിക്കാം, മിഴിരണ്ടും നനയുമ്പോൾ തുണയായിരിക്കാം, ഒരുമിച്ചൊരു മോളെ കേറി വാ മോളെ. എന്റെ മോന്റെ ഓർമ്മ ദിവസമായിട്ട് ഇന്നെങ്കിലും മോൾ എത്തിയല്ലേ. എന്തായാലും നീ വരുമെന്ന് എനിക്കറിയായിരുന്നു. എന്റെ പൊന്നുപോയി. എന്നെങ്കിലും ഒരു ദിവസം നീ ഈ മുറ്റത്തെത്തുമെന്ന് എനിക്കറിയായിരുന്നു. മോളെ, മക്കളെ തരാനായിട്ട് ഒരു സാധനം നിധിയോരാവെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തോണ്ട് വരട്ടെ.
നോക്കളെ ഇതെന്നെ ഏൽപ്പിച്ചിട്ടാണ് ഒരു മുഴം കയറിലാണ് അവന്റെ ജീവനെ കളഞ്ഞത്. ഇവിടുത്തെ പ്രമാണമാണ് മോളെ, നിന്നെ ഏൽപ്പിക്കണോന്നാണോ പറഞ്ഞിട്ട് പോയത്. അപ്പോഴും അമ്മയ്ക്ക് അറിയില്ലായിരുന്നടി അവ അമ്മയെ ഉപേക്ഷിച്ചാണ് ഈ കടുക്ക ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ പെട്ടെന്ന് മരിച്ചുപോയാൽ ഈ ദൂരത്ത് നിന്ന് നീ എങ്ങനെ അറിയണം? എങ്കിലും എന്റെ മരണം നീ അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ